ആ അബ്ദുറഹിമിന്റെ ഇങ്ങനെ നീണ്ടു പോവാ. ഞാൻ അവിടെ വിളിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവര് പറയുന്നത് സൗദി അല്ലേ. അപ്പോ പിന്നെ ഒരു മലയാളി എന്നൊക്കെ പറയുമ്പോ അവരെ സംബന്ധിച്ച് ഇത് ഇത്ര വലിയൊരു സംഭവമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അവര് ആ ഒരു ലെവലിൽ എടുക്കുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ ചോദിച്ചു, ഇനി തല വെട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അതെന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇച്ചിരി വൈകിയാലും എത്തുന്നുള്ള സമാധാനമുണ്ട്. പിന്നെ പല കഥകൾ അതിനിടയ്ക്ക് അത് കേൾക്കുന്നത് എനിക്കറിയാം. യാഥാർത്ഥ്യങ്ങൾ അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. അതില് പല കച്ചവടങ്ങളുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പലതും പറയുന്നു. എനിക്കറിയാത്തതുകൊണ്ട് എന്തായാലും ഇവിടെ എത്തും. വലിയൊരു സംഭവം. എൻ്റെ ജീവിതത്തില് നാളെ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, കോച്ചയുടെ ഏറ്റവും വലിയ സന്തോഷവും സങ്കടവും എന്താണ് ജീവിതത്തിൽ? നമ്മൾ ഇപ്പോ ചോദിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചു. രക്ഷിക്കാൻ സാധിക്കല്ല, രക്ഷിക്കാൻ വേണ്ടി ഒരു കാരണക്കാരനാവാൻ സാധിച്ചു. അത് വലിയൊരു സന്തോഷമാണ്. കാശുകൊണ്ട് എല്ലാം പറ്റും, പക്ഷെ ചില സമയത്ത് അത് പറ്റില്ല. അത് ഒരു ഭാഗ്യം കിട്ടി അതിന് വേണ്ടി ഇറങ്ങാൻ, അത് വലിയൊരു സന്തോഷം എന്നെ സംബന്ധിച്ച്. അതാണ് ഒരു സന്തോഷം. സങ്കടം നമ്മൾ ചെയ്യാത്ത കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നതാണ് ഉള്ള കാര്യങ്ങളൊക്കെ. അബ്ദുറഹിമിന് ഞാൻ 1 കോടി രൂപ കൊടുത്തു. ആദ്യത്തെ ദിവസം ഞാൻ ഈ ഒരു യാചക ബോക്സ് എടുത്തിട്ട് പിരിവിനിറങ്ങി 3-4 മണിക്കൂർ തിരിച്ച് ഒരു 70,000 രൂപ എനിക്ക് കിട്ടി. അപ്പോഴേക്കും ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ പല ജില്ലകളിലും പെട്ടിയെടുത്തിട്ട് ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോൾ കുറെ ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി കളക്ഷൻ തട്ടിപ്പ് നടക്കും, പലരും എന്റെ കൺട്രോളിൽ നിൽക്കില്ല. അപ്പൊ തന്നെ ഞാൻ യാചന നിർത്തി. എന്നിട്ട് പിന്നെ സ്റ്റിക്കില് QR കോഡ് വെച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പേര് പല ജില്ലകളിലും അതിലേക്ക് ഇടാൻ പറഞ്ഞു. അത് അബ്ദുറഹിമിന്റെ സഹായ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് എടുത്തത്. പൈസ ഞാൻ കൈകൊടുത്ത് തൊടണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ 70,000 രൂപ എന്റെ കയ്യിലുണ്ട്. 1 കോടി ഞാൻ കൊടുത്തു, എന്റെ അമ്മ 1 കോടി കൊടുത്തു, പിന്നെ അത് തിരിച്ചു. അപ്പോഴേക്കും പറയാണ്, ബോച്ചെ തട്ടിപ്പ് നടത്തി. ബോച്ചെ പിരിച്ചത് എത്ര കോടി? ഇത് 4 മണിക്കൂറെ പിരിച്ചിട്ടുണ്ട്. എത്ര കോടി പിരിച്ചു, എത്ര കോടി കൊടുത്തു, എത്ര കോടി തട്ടിച്ചു? അല്ല, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇതൊക്കെ വരുന്ന അറിഞ്ഞിട്ട് തന്നെയാണ്. ആദ്യമായിട്ടാണ് പിരിവെടുക്കണ ലൈഫില്. മറ്റേത് ഞാൻ എന്റെ ലാഭത്തിൽ നിന്നേ കൊടുക്കുള്ളൂ. അങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ ഉള്ള എന്റെ ജീവിതത്തിൽ ഒരു കളവോ തട്ടിപ്പോ വെട്ടിപ്പോ ഞാൻ നടത്തിയിട്ടില്ല. ബാക്കി ചില്ലറ